2026 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് പൂർണ്ണമാകുകയാണ്. UDF പൂർണ്ണമായിട്ട് ആഹ്ലാദിക്കാനുള്ള വക നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എല്ലാ എക്സിറ്റ് പോളിസികളെയും മറികടന്നുകൊണ്ടുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് നാം കാണുന്നത്. UDF സെഞ്ചുറി അടിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ UDF തരംഗമാണ് കേരളത്തിൽ. പല മന്ത്രിമാരും ദയനീയമായി തോറ്റു. CPMന്റെ കോട്ടകൾ ഓരോന്നായി തകർന്നടിയുന്നു. CPM കോട്ടകളിൽ വിമതരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പയ്യന്നൂർ, തളിപ്പറമ്പ് പ്രദേശങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതാണ് നാം കാണുന്നത്. ജനവിധി അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഉടനെ തന്നെ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകളെ കുറിച്ചുള്ള ഒരഭിപ്രായം അപക്വമായിരിക്കുമെന്ന് കരുതുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. BJPയുടെ 2 പ്രതിനിധികൾ അടുത്ത നിയമസഭയിൽ ഉണ്ടെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ ഏകീകരണവും തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. CPMൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന സംഘടനാ പ്രശ്നങ്ങൾ, അവരുടെ ആന്തരികമായ പ്രശ്നങ്ങൾ പാർട്ടി അംഗങ്ങൾ തന്നെ നേരിട്ട് പ്രതിരോധിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. CPM BJP അഡ്ജസ്റ്റ്മെൻ്റ് എന്ന UDFന്റെ ആരോപണം ശരിയാണോ എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നേരെ മറിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഗവൺമെൻറ് മുഴുവൻ അഴിമതിയാണ്, ശബരിമല കൊള്ള, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തുടങ്ങിയ വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിലും UDF വിജയിച്ചതായി തോന്നുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ, അതിൽ പ്രധാനമർഹിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുക, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസം നൽകുക, അതുപോലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഈ ഗ്യാരണ്ടികളെല്ലാം ജനങ്ങളെ അടിമുടി സ്വാധീനിച്ചതായാണ് തോന്നുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDFന് അഭിമുഖീകരിക്കേണ്ടി വന്നത് ശബരിമല കൊള്ളയിൽ CPMനുള്ള പങ്കായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വർണം കെട്ടവൻ ആരപ്പ എന്ന ഗാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ പാടുവാൻ UDFന്റെ MPമാർ ഒന്നിക്കുന്ന നാം കാണുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നതിൽ CPMഉം LDFഉം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശബരിമല കൊള്ളയിൽ CPMന്റെ പങ്ക് അല്ലെങ്കിൽ CPMന് പങ്കില്ല എന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം CPMനുണ്ടായിരുന്നു. അത് വിജയകരമായി ചെയ്തു തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മറ്റൊന്ന്, സംഘടനാപരമായി എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് സംവിധാനത്തെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ഏകമനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും
ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭരണം അവസാനിപ്പിച്ച് ഒരു പുത്തൻ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കടക്കണം എന്ന UDFന്റെ അഭിവാഞ്ച കൃത്യമായി വിജയിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ആശിക്കാം, കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റിന് പറ്റിയ കോട്ടങ്ങളും കുറവുകളും വരും ഗവൺമെന്റ് പരിഹരിച്ചുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ.